ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മറ്റൊരു വ്യത്യസ്തമായതും പക്ഷെ കോമൺ ആയിട്ട് എല്ലാവരുടെ ഇടയിൽ നടക്കുന്ന ഒരു ടോപ്പിക്കാണ്. പല പ്രശ്നങ്ങളും പല സൗഹൃദങ്ങളും എങ്ങനെ അത് പ്രശ്നങ്ങളായിട്ട് മാറാം. ചില സൗഹൃദങ്ങളെ നമ്മൾ പോലും വിചാരിക്കാത്തപ്പോൾ അവരൊരു അപ്രോച്ച് നടത്തിയേക്കാം. അത് നമുക്ക് പിന്നെ എന്താ പറയുന്നത് ബാധ്യതയായി മാറാം. ആ സൗഹൃദങ്ങളെ എങ്ങനെ തിരിച്ചറിയാം, എങ്ങനെ ഒഴിവാക്കാം, അതാണ് ഞാനിന്ന് പറയുന്നത്. അതില് ഇത് ഒരാളുടെ ശരിക്കും റിയൽ ആയിട്ട് നടന്ന ഒരു കഥയാണ്. അത് എൻ്റെ അടുത്ത് വന്ന ഒരു കേസാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പൊ അതില് ഒരു ഓഫീസിലെ ഒരു സുപ്പീരിയർ ആയ വ്യക്തി, അവരെ കാണാൻ വളരെ ഭംഗിയുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് പക്ഷേ കല്യാണം കഴിഞ്ഞു, 2 വലിയ മക്കളും ഒക്കെ ഉണ്ട്. ചിലർക്ക് ഒരു 40 എബോ ആയാൽ പോലും അവർക്ക് വലിയ പ്രായം പറയില്ല, കാണാനും വളരെ മിടുക്കിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി അവരുടെ എന്താണ് അവര് സുപ്പീരിയർ ഓഫീസർ ആയതുകൊണ്ട് തന്നെ അവരുടെ കീഴിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊരു കാർ ഡ്രൈവറും ഒരുപാട് അവരുടെ ചുറ്റും അവരുടെ വലയത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവരും അവർ പോകുമ്പോഴും വരുമ്പോഴും അവരെ ശ്രദ്ധിക്കും, അവരെ വിഷ് ചെയ്യും. അവർക്കും തിരിച്ച് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. അവരിതുവരെ മുഖം കറുപ്പിച്ച് ആരോടും ഒരു വാക്ക് പോലും പറയാറില്ല. അവരുടെ ബാക്കി ജീവനക്കാരോട് പോലും അവർ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. അവരൊരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ് അവരുടെ ലൈഫിൽ സംഭവിച്ചത്. എന്താണെന്ന് വെച്ചാൽ അവര് അവരുടെ അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനെ അദ്ദേഹം എപ്പോഴും ഇവരുടെ പുറകെ എന്ത് കാര്യത്തിനും ഓരോ റിപ്പോർട്ട് കൊണ്ട് ഓടി ചെല്ലുന്നു, എടുക്കുന്നു, എല്ലാ കാര്യങ്ങളും കാണിക്കാൻ ചെല്ലുന്നു. എന്തിനും ഏതിനും അവരുടെ വെളിപ്പുറത്ത് അവരെപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യും. ദേ ആ പയ്യനെ കണ്ടുപിടിക്കണം, ആ പയ്യൻ ഇങ്ങനെ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ്, നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ കണ്ടുപിടിക്കും, ഇങ്ങനെ എപ്പോഴും ആ പയ്യനെ ഇങ്ങനെ പൂഴ്ത്തിക്കൊണ്ടുമിരിക്കുമായിരുന്നു. പക്ഷെ ഇത് ആദ്യം ഒന്നും വലിയ കുഴപ്പമില്ലാതെ പോയി. കുറെ ദിവസം കഴിഞ്ഞപ്പോ എപ്പോഴാണോ ഒരു ദിവസം തന്നെ ഈ വ്യക്തി ഒരു തവണ അവരുടെ അടുത്ത് ചെല്ലാം, 2 തവണ ചെല്ലാം, ഈ ചെല്ലുന്നതിന്റെ നമ്പർ കൂടി വന്നപ്പം അവരും ആകെ ഇറിറ്റേറ്റഡ് ആയി തുടങ്ങി. കാരണം നമ്മളുടെ പേഴ്സണൽ സ്പേസിലേക്ക്, ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ, നമുക്ക് തോന്നൂലോ, ഒരു അരോചകത്വം തോന്നൂലോ, നമ്മളുടെ തന്നെ ഒരാൾ ഉറ്റുനോക്കിയിരിക്കുന്നു, നമ്മളെ തന്നെ എപ്പോഴും നമ്മളെ ഒരാൾ ഫോളോ ചെയ്യുന്ന പോലെ തോന്നിയാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഇറിറ്റേഷൻ അനുഭവപ്പെടും അല്ലെ. എല്ലാ വ്യക്തിക്കും അതുണ്ടായിരിക്കും. അതിപ്പം മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, നമ്മളെ ഒരാൾ നിരീക്ഷിക്കുന്നു എന്നൊരു ഘട്ടം വരുമ്പോൾ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. നമുക്ക് ഫ്രീ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ മൂമെന്റ്സ് ഒക്കെ ആർട്ടിഫിഷ്യൽ ആയി പോകും. അങ്ങനെ ഒരു ഫീലിങ്സ് ഈ മാഡത്തിന് ഉണ്ടായി തുടങ്ങി. എന്ന് വെച്ചാല് ഈ വ്യക്തി ആദ്യമൊക്കെ 1-2 തവണ കാണാൻ വരുമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്ത് നിന്ന് ഇദ്ദേഹം ഏത് ചെയ്യുന്ന ക്യാബിനിൽ നിന്ന് ഇദ്ദേഹം പലതവണ, ഒരു ദിവസം ഒരു 5-6 തവണയൊക്കെ അവസരങ്ങൾ സൃഷ്ടിച്ച് കാണാൻ ചെല്ലുന്നു. അദ്ദേഹം മാരീഡും അല്ല. പിന്നെ എന്ത് ചെയ്യും, മാഡത്തിന് ആകെ ടെൻസ്ഡ് ആയിപ്പോയി. എന്ത് ചെയ്യണം, ഇതിങ്ങനെ തോന്നലാണോ, അതിങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഇതാണെന്ന് പുള്ളിക്കാരി കുറച്ചൊക്കെ മനസ്സിലാക്കി. അത് മുന്നിൽ ചെല്ലാൻ വേണ്ടി, ആ മാമിന്റെ അടുത്ത് ചെല്ലാൻ വേണ്ടി അവസരങ്ങൾ ഉണ്ടാക്കുന്ന പോലെ തോന്നി. അപ്പൊ മാമിന് ഭയങ്കര ഇറിറ്റേഷൻ ആയി. അപ്പൊ കൂടെയുള്ള മറ്റുള്ളവരോട് ഇതൊന്ന് ഡിസ്കസ് ചെയ്തു. മറ്റ് ആൾക്കാരോട് ഇത് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ഓ അങ്ങനെ ആയിരിക്കില്ല, കാരണം ആ പയ്യൻ ഒരു ചെറിയ പയ്യനാണ്, 20-25 ഏജേ ഉള്ളൂ. മാത്രമല്ല മാഡത്തിന് ഇത്ര ഏജിലായ വ്യക്തിയല്ലേ, അപ്പൊ പിന്നെ മാഡത്തിന് വലിയ മക്കളൊക്കെ ഉണ്ടവരാ, അപ്പൊ അങ്ങനെയൊന്നും ആയിരിക്കില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ആരാധന എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മാഡം അതിനെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ഈ പയ്യനെ അത് ഒഴിവാക്കാൻ, പല സാഹചര്യങ്ങൾ ഒഴിവാക്കി വിടാൻ തുടങ്ങി. ആ മാമിന്റെ അടുത്ത് വരുന്ന സാഹചര്യങ്ങളൊക്കെ കുറയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഈ പയ്യന്റെ ഉള്ളിലെ റിയൽ ക്യാരക്ടർ പുറത്തു വന്നത്. അപ്പൊ ഈ പയ്യൻ എന്ത് ചെയ്തു, പയ്യെ ഇവിടെ നിന്ന് പോകുന്ന വഴിയിൽ ഫോളോ ചെയ്യാൻ തുടങ്ങി. കാറെ കയറി പോവാണെങ്കിൽ കാറിൽ പോകുമ്പോൾ ഇടയ്ക്ക് നിർത്തുന്നു. പുള്ളിക്കാരി തന്നെ ഡ്രൈവ് ചെയ്തൊക്കെ പോകുന്ന ദിവസങ്ങൾ പല സ്ഥലത്തും ഇങ്ങനെ പുറകിൽ ഒരാളുള്ളത് പുള്ളിക്കാരിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെയും ഇതിന്റെ മൂർധന്യ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം വീട്ടില് പുള്ളിക്കാരി നിന്ന് വൈകുന്നേരം നോക്കിയപ്പോ വീടിന്റെ വാതിക്ക് ഗേറ്റിന്റെ അപ്പുറത്ത് വണ്ടി നിർത്തിയിട്ട്, ബൈക്ക് നിർത്തിയിട്ട് ഈ പയ്യൻ അവിടെ നിൽക്കുന്നു. അപ്പോഴാണ് മാമിന് മനസ്സിലായത് ശരിക്കും എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചതെന്ന്. അപ്പൊ ഈ ഒരു കേസ് ഞാൻ അറിഞ്ഞപ്പോ ഞാൻ ഈ കേസ് ഇതിന്റെ പല വശങ്ങൾ കേട്ടപ്പോ ഈ പയ്യനോട് സംസാരിച്ചപ്പോ പയ്യൻ പറഞ്ഞ എന്താണെന്നറിയോ, അത് ഈ പുള്ളിക്കാരനെ ശരിക്കും പുള്ളിക്കാരോട് പ്രേമമൊന്നും അല്ല, എന്താ പറയുന്ന ഒരു ആരാധന. നമ്മൾ ആരാധിക്കുന്ന വ്യക്തി എന്ന് വെച്ചോ, അവര് നമ്മളെ പ്രത്യേകിച്ച് പുള്ളിക്കാരന് വലിയ ഫ്രണ്ട്ഷിപ്പോ പലർക്കും ഇതൊരു നിഗൂഢത നിറഞ്ഞ ക്യാരക്ടർ തന്നൊരു വ്യക്തിയായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം അവർക്കൊരാളോട് എന്താ പറഞ്ഞ
അമിതമായ ആരാധന എന്ന് പറയില്ലേ, ഒരു ആരാധനയുണ്ട്. പക്ഷെ അതൊരു പ്രണയമൊന്നും അല്ല, അവയാളെ റെസ്പെക്റ്റോട് കൂടി ആരാധന. അപ്പോ ആ വ്യക്തി, അയാൾ ആരാധിക്കുന്ന വ്യക്തി അയാളെ ഒഴിവാക്കുന്ന പോലെ അയാൾക്ക് ഫീൽ ചെയ്യുന്നു. അത് അയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അതിന്റെ റീസൺ അറിയാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ പുറകെ നടക്കുന്നത്. മാം അദ്ദേഹത്തെ ഇഗ്നോർ ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് അതിൽ നിന്നുണ്ടാവുന്ന വിഷമം അത് അതിജീവിക്കാൻ, അപ്പൊ എന്തിനാണ് എന്നെ ഒഴിവാക്കുന്നവരൊക്കെ ചോദിക്കാനാണ് ഇദ്ദേഹം ഈ ഫോളോ ചെയ്യുന്നത്. ഇതറിഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ ഡ്രൈവറോട് ഇങ്ങനെ ആക്സിഡന്റലി സംസാരിക്കാനിടയായപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോഴും രാവിലെയും വൈകുന്നേരം മാമ തന്നെയാണ് ഇതൊക്കെ തുടക്കം ഇട്ടത്. മാം എപ്പോഴും അവന് മെസ്സേജ് ഒക്കെ അയക്കുമായിരുന്നു. ഞാൻ അവനോട് സംസാരിച്ചു, അവൻ എന്നോട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. എന്തിനാണ് അവൻ എപ്പോഴും മെസ്സേജ് ഒക്കെ ഇട്ട് മാം റിപ്ലൈ ഒക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ റിപ്ലൈ ഒക്കെ കൊടുക്കാതായപ്പോഴാണ് അവന് വിഷമായതെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, അവൻ എന്തിനാണ് അവന്റെ മേലധികാരിക്ക് ഇങ്ങനെ ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഒക്കെ അയക്കാൻ പോകുന്നത്? പുള്ളിക്കാരി ആദ്യമേ അത് അതൊരു സഹപ്രവർത്തക അല്ലെങ്കിൽ ഒരു ഓഫീസിലെ ഒരു അത്രയും പെറ്റായ ഒരു വ്യക്തിക്ക് എന്ന രീതിയിലായിരിക്കാം അതിനൊരു റിപ്ലൈ കൊടുത്തത്, ഒരു ഗുഡ് മോർണിംഗോ ഒരു ഗുഡ് നൈറ്റോ. അല്ലാതെ ഇങ്ങനെ ഒരു അർത്ഥത്തിൽ ഒരിക്കലും ഒരു മെസ്സേജ് അവർ അയച്ചിട്ടില്ല. അപ്പൊ ഉടനെ ഡ്രൈവർ ആക്സിഡന്റലി പറയാണ്, അതെ ഞാൻ ഗുഡ് നൈറ്റ് ഒന്നും അയക്കാറില്ല, ഞാൻ ഗുഡ് മോർണിംഗ് മാത്രമേ അയക്കാറുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനെ ഒരു വ്യക്തിക്ക്, സാധാരണ നമ്മൾ ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഓഫീസിലെ വ്യക്തിയോട് ആരും, അവർക്ക് എന്തിനാണ് നമ്മൾ ഈ നിങ്ങളുടെ ഒരു ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഇതൊന്നും ഒരു സുപ്പീരിയർ ആയ വ്യക്തിക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ല. പക്ഷെ സമൂഹത്തിന്റെ ഒരു കണ്ണിൽ ചില സുപ്പീരിയർ ഓഫീസേഴ്സ് വളരെ പാവങ്ങളായിരിക്കും എന്ന് ഞാൻ പറയും. കാരണം അവരാരെയും വെറുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡ്രൈവറോ നിങ്ങളുടെ കൊളീഗ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കീഴ്ചവനോ ആരെങ്കിലും ഒരു ഗുഡ് മോർണിംഗ് അയച്ചാൽ ഒരു മാനുഷിക പരിഗണന, അവരെ അവോയ്ഡ് ചെയ്യാൻ തോന്നണ്ടല്ലോ എന്നിട്ട് അവര് സ്നേഹപൂർവ്വം ഒരു ഗുഡ് മോർണിംഗ് തിരിച്ചയച്ചാൽ അതിനെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാര്. അപ്പോൾ ഞാൻ ആ ഡ്രൈവറോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് മാഡത്തിന് ഈ ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കാൻ പോകുന്നത്, ഗുഡ് നൈറ്റ് അയക്കാൻ പോകുന്നത്? ഞാൻ ഗുഡ് നൈറ്റ് അയക്കാറില്ല, കാരണം ഞാൻ ഉറങ്ങുന്നത് ഒത്തിരി ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ഗുഡ് നൈറ്റ് അയക്കും? ഞാൻ ഗുഡ് മോർണിംഗ് മാത്രമേ അയക്കാറുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഗുഡ് മോർണിംഗ് അയക്കുന്നത്? അല്ല, ഞാൻ എന്നും മാഡത്തിന് ഗുഡ് മോർണിംഗ് അയക്കുന്നതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നമുക്കൊരു ഒരു ഗുഡ് മോർണിംഗിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില ഗുഡ് മോർണിംഗുകളെ നമ്മൾ അവോയ്ഡ് ചെയ്യുക തന്നെ വേണം. ശരിക്കും നമ്മൾ ആ ഗുഡ് മോർണിംഗിന് ഒരു മറുപടി കൊടുത്തു എന്ന് വിചാരിക്കാം, സെയിം ടു യുന്നോ ഗുഡ് മോർണിംഗ് എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു സിമ്പിൾ ഇടുക, ഒരു ഇമേജ് ഇടുക ചെയ്തു കഴിഞ്ഞാൽ ആ ഗുഡ് മോർണിംഗ് നമുക്ക് വെറും ഒരു ഗുഡ് മോർണിംഗ് ആയിരിക്കാം അയക്കുന്ന വ്യക്തിക്ക്. പക്ഷേ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തിക്ക് ആ ഒരു ഗുഡ് മോർണിംഗിൽ ഒരുപാട് അർത്ഥങ്ങൾ അവർ കണ്ടെത്തിക്കളയും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഒക്കെ അയക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് മാത്രം, നിങ്ങൾക്ക് വരാം, പക്ഷെ നിങ്ങൾ തിരിച്ചതിന് റിപ്ലൈ കൊടുക്കുമ്പോൾ ആലോചിക്കുക. ഈ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റും നിങ്ങൾക്ക് വെറും ഒരു ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റും ആയിരിക്കാം, പക്ഷെ അത് റിസീവ് ചെയ്യുന്ന വ്യക്തിക്ക് അത് വെറും ഒരു ഗുഡ് മോർണിംഗോ ഗുഡ് നൈറ്റോ അല്ല. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഒരാൾക്ക് അയക്കാവുള്ളൂ. കാരണം അത് നിങ്ങളെ തേടി വരുന്ന വലിയ പ്രശ്നങ്ങളായിട്ട് മാറും. അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളുടെ ചാറ്റ് ഹിസ്റ്ററി മറ്റൊരാളെടുത്ത് നോക്കുമ്പോൾ ഇയാൾക്ക് ഈ അന്യവ്യക്തി അല്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ പോലും ദിവസവും ഒരു ഗുഡ് മോർണിംഗ്, അത്രയും റിലേഷൻ നിങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാം. മറ്റൊരു സ്ഥലത്ത് അയാൾക്കത് സ്ഥാപിക്കാം. ഞങ്ങൾ ഇന്നലെയും ചാറ്റ് ചെയ്തിരുന്നു. എന്താണ് ചാറ്റ്? ആ ചാറ്റ് ഹിസ്റ്ററിയിൽ നിങ്ങൾ അയച്ച ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റും അയാൾ ഡിലീറ്റ് ചെയ്യുന്നതാ. ആ ഡിലീറ്റ് ചെയ്ത സ്പേസ് അവിടെ കിടക്കുകയാണെങ്കിൽ അയാൾ പറയുന്നത് ഞങ്ങൾ വേറെ എന്തോ ചാറ്റ് ചെയ്തിരുന്നതാണെന്ന് വേണേൽ അയാൾക്ക് വരുത്തി തീർക്കാം. നിങ്ങൾ എന്ത് ചാറ്റ് ചെയ്തു എന്ന് മറ്റുള്ളവർ ചോദിക്കില്ല. അവരെന്നും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടെന്ന് മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ മെസ്സേജിനും വിലയുണ്ട്. നിങ്ങൾ ഒരു ഗുഡ് മോർണിംഗ് ആയിക്കോട്ടെ, ഒരു ഗുഡ് നൈറ്റ് ആയിക്കോട്ടെ, എന്തും നിങ്ങൾ അയക്കുമ്പം നിങ്ങൾ അയക്കുന്ന ആർക്കയക്കുന്നു, നമ്മളുടെ ഓരോ നമ്മളുടെ മൊബൈലിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വാട്സപ്പിലെ ഓരോ മെസ്സേജിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിപ്പോ ഗുഡ് മോർണിംഗ് ആട്ടെ ഗുഡ് നൈറ്റ് ഒരു ബ്ലാങ്ക് മെസ്സേജ് അയച്ചാൽ പോലും മറ്റൊരാളുടെ ചാറ്റ് ഹിസ്റ്ററിയിലേക്ക് പോകുന്ന എന്തും നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. അത് നമുക്കെതിരെ പല രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് വരാം. നിങ്ങളത് വളരെയധികം ശ്രദ്ധിക്കുക എന്ന വിശ്വാസത്തോടെ താങ്ക് യു. പിന്നെ എൻ്റെ ചാനല് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയാൻ ഞാൻ ഒരുപാട് തവണ വീഡിയോ ഇട്ടെങ്കിലും മറന്നു പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.